ഗ്രേസ് മാർക്ക് മാനദണ്ഡത്തിൽ മാറ്റം വരുത്തി പൊതുവിദ്യാഭ്യാസ വകുപ്പ്. ഹയർ സെക്കൻഡറിക്ക് നൽകുന്ന ഇരട്ട ആനുകൂല്യം നിർത്തലാക്കി. വിശദാംശങ്ങളുമായി വി എ ഗിരീഷ് ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. ഗിരീഷ്, മുൻപ് തന്നെ ഈ ഗ്രേസ് മാർക്ക് ഇരട്ട ആനുകൂല്യം നേടുന്ന ചിലരുണ്ട് എന്ന തരത്തിലുള്ള പരാതികളൊക്കെ വന്നിരുന്നു. ഇപ്പോൾ അതിനൊരു മാറ്റം വരുന്നു. വിവരങ്ങൾ. ക്രിസ്റ്റീന, ഗ്രേസ് മാർക്കിൽ സ്കൂൾ തലത്തിൽ നൽകുന്ന ഗ്രേസ് മാർക്കിലാണ് ഇപ്പോൾ മാറ്റങ്ങൾ വരുത്താൻ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ മാനദണ്ഡത്തിൽ സമൂലമായ മാറ്റങ്ങൾ വരുത്തി സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തു. ഹയർ സെക്കൻഡറിക്ക് നൽകുന്ന ഇരട്ട ആനുകൂല്യമാണ് ഇപ്പോൾ നിർത്തലാക്കിയിരിക്കുന്നത്. ഗ്രേസ് മാർക്കും ബോണസ് മാർക്കും ഒന്നിച്ചു നൽകേണ്ടതില്ലെന്ന സുപ്രധാനമായ തീരുമാനം പൊതുവിദ്യാഭ്യാസ വകുപ്പ് എടുത്തിരിക്കുന്നു. നേരത്തെ ഏതെങ്കിലും ഒരു മത്സരത്തിൽ വിജയിച്ച് A+ കിട്ടുകയാണെങ്കിൽ, A ഗ്രേഡ് ലഭിക്കുകയാണെങ്കിൽ ഇവർക്ക് 20 മാർക്ക് ഗ്രേസ് മാർക്ക് നൽകാറുണ്ട്. ഇതിനുശേഷം +1 പ്രവേശനത്തിന് ബോണസ് മാർക്ക് കൂടി നൽകുന്ന ഒരു പതിവുണ്ട്. ഇത് അക്കാദമിക് രംഗത്ത് മുൻപന്തിയിലുള്ള കുട്ടികൾ പിന്തള്ളപ്പെടുന്നതിന് ഇടയാക്കുന്നു എന്നുള്ളതാണ് സർക്കാരിന്റെ വിലയിരുത്തൽ. ഇത് പരിശോധിച്ച ശേഷമാണ് ഇത്തരത്തിൽ ബോണസ് മാർക്ക് ഇനി നൽകേണ്ടതില്ല, ഗ്രേസ് മാർക്ക് നൽകുന്നത് തുടർന്നാൽ മതി എന്ന ഒരു സുപ്രധാനമായ തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ കടന്നിരിക്കുന്നത്. ക്രിസ്റ്റീന, ശരി, തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത് വി എ ഗിരീഷാണ്.